ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാം. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫംഗ്ഷൻ സം. ഇവിടെ നമുക്ക് പാരാമീറ്റർ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ എ കോമ ബി കോമ സി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് 3 പാരാമീറ്റർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ സം ഇപ്പം കാണണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ സം ഇങ്ങനെ കാണാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് കോൾ ചെയ്യാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യാം. സം 10,10,10. ഇത് ഞാൻ സേവ് ചെയ്തു. ഞാനിത് റീഫ്രഷ് ചെയ്യുന്നു. സേവ് ചെയ്ത് ഞാനിവിടെ റീഫ്രഷ് ചെയ്യുന്നു. സോ ഇപ്പം നമുക്ക് 30 കിട്ടി. അതേസമയം ഇവിടെ നമുക്കിപ്പം ഒരു പാരാമീറ്ററോടെ അല്ലെങ്കിൽ ഇപ്പോൾ 2 പാരാമീറ്റർ മതി സം കണ്ടുപിടിക്കാൻ. അങ്ങനെ നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ട, ഇത് ഫംഗ്ഷൻ നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചു. നമുക്കിവിടെ വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ഇവിടെ ആ മാറ്റം വരുത്തണം. നമുക്ക് അതല്ലാതെ നമുക്കിപ്പോൾ ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം നമ്മൾ ആ മാറ്റം വരുത്തി റീഫ്രഷ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. അതേസമയം ഞാനിതിനെ വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആക്കാൻ പോവാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒരു 3 ഡോട്ട് ഇട്ടിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നംസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ നംസ് ട്രിപ്പിൾ ഡോട്ട് ഇട്ട് നംസ് പറഞ്ഞാൽ നമുക്ക് എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നംസ് ഡോട്ട് ലെങ്ത്, ജാവ പഠിച്ചവർക്കറിയാം. ആർഗ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് ജാവയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടൈം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കണ്ടോ. അതിനുശേഷം അൺഡിഫൈൻഡ് ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തതാണ്. അതേസമയം ഇപ്പം നമുക്ക് ഞാനിപ്പോൾ 4 ആർഗ്യുമെൻറ്റ്സ്, ഇപ്പം 4 പാരാമീറ്ററാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ 4 എണ്ണം ഞാൻ പാസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഞാനത് സേവ് ചെയ്യുന്നു. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്താൽ അത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 4 എന്ന് കാണിക്കും. ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ സം ഒന്ന് കണ്ടുപിടിക്കാം. സോ ഇവിടെ ഞാൻ var ടോട്ടൽ ഈക്വൽസ് 0. ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഫോർ I ഈസ് ഈക്വൽ ടു 0, I ലെസ് ദാൻ nums ഡോട്ട് ലെങ്ത് I പ്ലസ് പ്ലസ്. ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. സോ ടോട്ടൽ പ്ലസ് ഈക്വൽസ് നംസ് ഓഫ് I. സോ നമുക്ക് ഓരോ എലിമെൻ്റായിട്ട് കിട്ടും. അത് ടോട്ടലിലോട്ട് ആഡ് ചെയ്യുന്നു. ദെൻ വി ക്യാൻ നമുക്കത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ടോട്ടൽ കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇത് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിത് പാസ് ചെയ്തനുസരിച്ചുള്ള വാല്യൂസ് മാറി. ഇനി നമുക്കൊന്ന് ഓരോ പ്രാവശ്യം റീഫ്രഷ് ചെയ്യാം. നമുക്ക് കൊടുക്കുന്ന പാരാമീറ്റർ അത്ര ആയിക്കോട്ടെ, അതിനനുസരിച്ച് ഇവിടെ വാല്യൂ മാറുന്ന കാണാം. നമുക്ക് അതിനനുസരിച്ചുള്ള വാല്യൂസും അതിനനുസരിച്ചുള്ള. സോ ഈ ഫംഗ്ഷന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ആവശ്യമാണ്. താങ്ക് യു.